രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച് കോൺഗ്രസ് മുഖപത്രം. രാഹുൽ CPM ഗൂഢാലോചനയിലെ കണ്ണിയെന്ന വിഷയത്തിൽ മുഖപ്രസംഗം. വീക്ഷണത്തിന്റെ നിലപാട് തള്ളി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. മുകേഷിനും ഗണേഷ് കുമാറിനുമെതിരെ ഉയർന്ന ആരോപണങ്ങളും ശബരിമല സ്വർണ്ണക്കൊള്ളയും ഉയർത്തി പ്രതിരോധം തീർക്കാൻ കോൺഗ്രസിന്റെ തീരുമാനം. രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിഷേധം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതിയിൽ കോൺഗ്രസ് നേതൃത്വം സൂക്ഷ്മതയോടെ പ്രതികരിക്കുമ്പോഴും രാഹുലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് പാർട്ടി മുഖപത്രം. രാഹുലിനെതിരായ പീഡന പരാതി വ്യാജമെന്നാണ് വീക്ഷണത്തിന്റെ വാദം. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പ്രതിയോഗികളെയും കുടുംബത്തെയും CPM എക്കാലത്തും കണ്ണീര് കുടിപ്പിക്കാറുണ്ട്. CPM ഗൂഢാലോചന പരമ്പരയിലെ ഇങ്ങേയറ്റത്തെ കണ്ണിയാണ് രാഹുലെന്നും വീക്ഷണം മുഖപ്രസംഗത്തിൽ പറയുന്നു. എന്നാൽ വീക്ഷണത്തിന്റെ നിലപാടിനെ കോൺഗ്രസ് നേതാക്കൾ അപ്പാടെ തള്ളി. നിയമത്തിന്റെ വഴിക്ക് പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒളിവിൽ കഴിയുന്നത് എനിക്കറിയില്ല, ഞാൻ അന്വേഷണ ഏജൻസി അല്ല. അത് ഞാൻ പരിശോധിക്കും. വീക്ഷണത്തിലെ ലേഖനങ്ങൾ സംബന്ധിച്ചോ എഡിറ്റോറിയൽ സംബന്ധിച്ചോ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിശോധിക്കും. രാഹുൽ വിഷയം വീണ്ടും ഉന്നയിക്കുന്നത് സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള CPM തന്ത്രമെന്നാണ് കോൺഗ്രസ് നിലപാട്. ഈ പരാതി വന്നപ്പോൾ പാർട്ടിയുടെ നിലപാട് KPCC പ്രസിഡന്റാണ് പറഞ്ഞിരിക്കുന്നത്. ആ നിലപാടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നിലപാട്. ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് ശബരിമലയിലെ കൊള്ള ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം ആര് സ്വീകരിച്ചാലും ആ കെണിയിൽ ഞങ്ങൾ വീഴില്ല. എന്നാൽ രാഹുലിന്റെ രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇടതുമുന്നണി. അദ്ദേഹം ഇപ്പോൾ ഒരു ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധി തുടരുന്നത് ഒരു നീതിബോധത്തിന് ചേർന്നതല്ല. അവർക്ക് തീരുമാനിക്കാം. സമാന പരാതികളിൽ ഗണേഷ് കുമാറിനെയും മുകേഷിനെയും CPM സംരക്ഷിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾ അന്നേനെ പുറത്താക്കി. ആ ചാപ്റ്റർ ഞങ്ങൾ അന്നേ ക്ലോസ് ചെയ്തു. പക്ഷേ അതിൻ്റെ പേരിൽ ഇപ്പോഴും ഞങ്ങൾ ഉപദേശിക്കാൻ വരുന്നവർ അവരുടെ ജനപ്രതിനിധികളെയാണ് ആദ്യം മാതൃക കാണിക്കേണ്ടത്. പീഡന പരാതിയിൽ രാഹുലിന്റെ അറസ്റ്റിലേക്ക് പോലീസ് കടന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ നിൽക്കെ കോൺഗ്രസിന് കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരും. മീഡിയ 1 തിരുവനന്തപുരം.